ഹലോ, നമസ്കാരമുണ്ട്. ഞാൻ ശാന്തകുമാരിയാണ്. ഒരു സങ്കടം പറയാൻ വന്നതാണ് ഞാൻ. അച്ഛനും അമ്മയും മരിച്ചുപോയി. കൂടപ്പിറപ്പുകളെല്ലാവരും കണക്ക് തന്നെ. പിന്നെ കല്യാണം കഴിഞ്ഞ ഭർത്താവും വലിയ രൂപമില്ല. ഉണ്ടായ മക്കളും എല്ലാവരും അവരുടെ ഇഷ്ടത്തിന് ജീവിക്കുന്നു. ഞാൻ കുവൈറ്റിൽ പോയി സമ്പാദിച്ചു. കൊടുത്തവരെല്ലാം പറയണു തന്നില്ല എന്ന്. 15 കൊല്ലം സമ്പാദിച്ചിട്ട് എല്ലാവർക്കും ഞാൻ എന്നാൽ കഴിയുന്ന ഉപകാരം ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വാങ്ങിയവരൊക്കെ പറയുന്നത് എന്ത് തന്ന്, എന്ത് ചെയ്ത്, എന്ത് നോക്കി എന്നുള്ളതാണ് ചോദിക്കുന്നത്. അന്നത്തെ ഞാൻ ഇവരിൻ്റെ എല്ലാം സ്നേഹം കണ്ടിട്ട് അതിനൊന്നും ഞാൻ തെളിവെടുത്ത് വെച്ചില്ല. കാരണം എന്നെ ഇങ്ങനെ ചതിക്കും എല്ലാവരും എന്ന് ഞാൻ വിചാരിച്ചില്ല. അതുകൊണ്ട് ഞാൻ തെളിവെടുത്ത് വെച്ചില്ല. പിന്നെ ഇപ്പോൾ ഞാനൊരു അനാഥയായി വാടകയ്ക്ക് വീടെടുത്ത് ഒറ്റയ്ക്ക് താമസിക്കുന്നു. എൻ്റെ വീട്ടിൻ്റെ ഉള്ളിൽ ഒരു സാധനം പോലും ഇല്ല. എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ എനിക്ക് വാങ്ങാൻ കഴിവില്ല. വല്ലാത്തൊരു ചുറ്റുവശനാണ് ഞാനിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഇതിൽ നിന്നും തൻ്റെ ഇടത്തോടു കൂടി മുന്നോട്ട് വരും എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു ഇത്. ജയിക്കും ഞാൻ. ഈ തോൽപ്പിച്ചവരുടെ മുന്നിൽ ഞാൻ ഒരിക്കലും തോൽക്കില്ല. ഞാൻ ജയിക്കുക തന്നെ ഞാൻ ചെയ്യും. പക്ഷേ ഞാനിപ്പോൾ പറയാൻ വന്ന കാര്യം അതല്ല. എല്ലാവരും ഉണ്ട് എന്ന് വിചാരിച്ച് ജീവിച്ച ഞാൻ ഇന്ന് ഒരു നേരത്തെ ഭക്ഷണം അടുത്തുള്ളവർ തരുന്നു. ഇല്ല പറഞ്ഞാൽ ഇന്നിപ്പോൾ ഞാൻ വടക്കഞ്ചേരി പോയി. ഒരുപാട് ആൾക്കാർ വടക്കഞ്ചേരിയിൽ എന്നെ കഴിക്കാൻ വിളിച്ചു. പക്ഷേ ആരിൻ്റെ എവിടെയും പോയിട്ട് ഭക്ഷണം കഴിക്കാൻ എനിക്ക് താല്പര്യമില്ല. കാരണം നാളെ ശാന്തി വന്നു കഴിച്ചിട്ട് പോയി എന്ന് കേൾക്കാൻ എനിക്ക് പറ്റില്ലാത്തതുകൊണ്ട് ഞാൻ ആരിൻ്റെയൊന്നും വാങ്ങി കഴിച്ചില്ല. ഇപ്പോൾ ഞാൻ എന്താ പറയുക, ഹോട്ടലിൽ നിന്ന് ഭക്ഷണം വാങ്ങിക്കൊണ്ടുവന്ന് കഴിക്കുകയാണ്. ഞാൻ ആ ഭക്ഷണം ഒന്ന് കാണിച്ചു തരാം. 70 രൂപയുള്ളൂ, ഗ്യാസിന് വിലയാണെന്നാണ് പറയുന്നത്. അപ്പോൾ എനിക്ക് ഷുഗറുള്ള കാരണം ഞാൻ രാവിലെ വൈകുന്നേരം ചാമേരി കഞ്ഞിയാണ് കുടിക്കുന്നത്. അതുപോലും ഞാൻ വാങ്ങിച്ചിട്ടില്ല. കുറച്ച് പൈസ ഉണ്ടായിരുന്നത് കടം കൊടുക്കാനുള്ളവരിൻ്റെ എല്ലാം കൊടുത്തു. ഞാൻ ജോലിക്ക് പോയിട്ട് കുറച്ച് നാളായി, പോകാൻ പറ്റിയില്ല. അതൊരു സാഹചര്യം കൊണ്ടാണ് പോകാൻ പറ്റാണ്ടായത്. ഞാനിപ്പോൾ ഇന്ന് പുളിങ്കൂട്ടത്ത് വന്ന് ഒരു പൊതി ചോറും വാങ്ങി. ഞാൻ ആ ചോറ് കഴിക്കുമ്പോൾ എൻ്റെ കണ്ണിൽ കൂടെ വെള്ളമല്ല അത്. കാരണം എൻ്റെ മനസ്സിൻ്റെ വേദന. ഞാൻ ഇത്രയും ആൾക്കാരിനെയും വിശ്വസിച്ച് സ്നേഹിച്ചിട്ട് ഇന്ന് ഒരു നേരം എനിക്ക് ഭക്ഷണം വേണമെങ്കിൽ ഞാൻ ഹോട്ടലിൽ നിന്ന് വാങ്ങിക്കഴിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ, അത് അനുഭവിക്കുന്നവർക്ക് മാത്രമേ അറിയുള്ളൂ. അനുഭവിക്കാത്തവർക്ക് ആർക്കും അതിനെക്കുറിച്ച് ഞാൻ പറയുമ്പോൾ എൻ്റെ വിഷമങ്ങൾ മനസ്സിലാവില്ല. ഈ സിറ്റുവേഷനിൽ കൂടെ കടന്നു പോയ വ്യക്തികളുണ്ടെങ്കിൽ അവർ കമൻറ്റിലൊന്ന് എഴുതി അറിയിക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും എഴുതി അറിയിക്കണം. ഇന്നിപ്പോൾ ഞാൻ ഒരു പൊതി ചോറ് വാങ്ങിയിട്ട് വന്നിട്ട് ആ ചോറ് ഞാൻ തനിയെ ഇരുന്ന് കഴിക്കുന്നു. അപ്പോൾ ഗൾഫിൽ പോയാലും എവിടെ സമ്പാദിച്ചാലും ജീവിതത്തിൽ ഒരു 10 രൂപ നേടി വെക്കണം എന്നുള്ളത് ഞാൻ മറ്റുള്ളവർക്ക് പറഞ്ഞു തരികയാണ്. അത് ചെയ്യണം. ഇല്ലെങ്കിൽ ഇതുപോലെ ഞാനിന്ന് കരയുന്ന പോലെ തന്നെ നിങ്ങളും കരയേണ്ടി വരും. ആരിനെയും മക്കളെ കണ്ടും മാമ്പൂ കണ്ടും കൊതിക്കരുത്. ഭർത്താവിനെ എന്ന് പറഞ്ഞിട്ട് വിശ്വസിക്കരുത്. ഇന്നത്തെ കാലഘട്ടം ആർക്കും ശാശ്വതമല്ല. നമ്മൾക്ക് ജീവിക്കണമെങ്കിൽ നമ്മുടെ കൈ തന്നെ പണിയെടുക്കണം, എന്നാലേ കഴിക്കാൻ പറ്റുള്ളൂ. മനസ്സിലൊരു വേദന വന്നപ്പോൾ ഞാനതൊരു വീഡിയോ പിടിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ ആ ചോറ് പകുതി ഉണ്ട്, വിശപ്പൊന്ന് മാറിയപ്പോൾ വീഡിയോ പിടിക്കുകയാണ്. എല്ലാവരും ഒന്ന് നോക്കി. പൊതിച്ചോറാണ് കണ്ട. ഇത് രസമൊഴിച്ചതാണ്. ഇത് കടച്ചക്ക ഉപ്പേരി, ഒരു പപ്പടം, ഇതൊരു മോര് കറി, ഇത് അച്ചാർ, ഇതവിടെ സാമ്പാറും ഇതൊക്കെ ഉണ്ട്. മീൻ കറി സാമ്പാറൊക്കെയാണ്. അപ്പം ഞാൻ ആ ഒറ്റയ്ക്കിരുന്ന് കഴിക്കുന്നതിൻ്റെ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇതുപോലെ കടന്നു പോകുന്ന ഒരുപാട് അമ്മമാർ, അച്ഛന്മാർ, ഭാര്യ ഉപേക്ഷിച്ചിട്ട് പോയ ഭർത്താക്കന്മാർ ഉപേക്ഷിച്ച് പോയ ഭാര്യമാർ, എല്ലാവർക്കും അനുഭവങ്ങൾ ഉള്ളവർ ദയവ് ചെയ്ത് എനിക്കൊന്ന് കമൻറ്റിൽ കൂടെ എഴുതി അറിയിക്കണം. അപ്പോൾ ഓക്കെ, ബൈ.